and I'm feeling good. ഒരാഴ്ചത്തെ ജയിൽവാസത്തിന് ശേഷം നമ്മൾ ഈ പോകുന്നത് അമ്പലത്തിലേക്കാണേ. മൗറീഷ്യസിലെ അമ്പലം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ ശരിക്കും കൗതുകം ഉണ്ടായിരുന്നു. രാവിലെ ഉറങ്ങി എണീറ്റു, നേരെ പോയി കുളിച്ചു, അമ്പലത്തിലേക്ക് വെച്ചു പിടിച്ചു. അമ്പലത്തിൽ വെച്ച് തന്നെ ഒരു മലയാളി ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ആളുടെ പേര് ബിബിൻ എന്നാണേ. കൈലാസം എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ക തമിഴ് ടച്ചുള്ള നല്ലൊരു അമ്പലം. എനിക്കിതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും അറിയില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ഇടണേ. ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് വർക്ക് ഷെഡ്യൂളിന് ശേഷം ഇതുപോലെ അമ്പലത്തിലൊക്കെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന സമാധാനം ഒന്ന് വേറെ തന്നെയല്ലേ. മൗറീഷ്യസിൽ ഇതുപോലത്തെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അത് പലതും തമിഴ് ടച്ചിലുള്ള അമ്പലങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഒരു മസാല ദോശ കഴിക്കൽ പതിവുണ്ടല്ലോ. ഇവിടെ പക്ഷെ ഞങ്ങൾക്ക് പരിപ്പോട കിട്ടി കേട്ടോ. നല്ല ചൂട് പരിപ്പോടയും ഒരു ചെറിയ വെട്ടുകേക്ക് പോലത്തെ ഒരു കേക്കും വാങ്ങിയേ. പറയാതിരിക്കാൻ വയ്യ, നല്ല പരിപ്പോടയായിരുന്നു. കിട്ടിയ ഒരു ബസ്സിൽ കയറി എങ്ങോട്ടാണെന്നല്ലേ, ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണേ. ഞങ്ങൾ വന്നിട്ട് ഏകദേശം 4 മാസത്തോളമായി. അതിൻ്റെ ഇടയിൽ തന്നെ 4-5 തവണ ഞങ്ങൾ ഈ ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. മൗറീഷ്യസിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഇത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന നല്ലൊരു ബീച്ചാണ്. ഇവിടുത്തെ ബീച്ചായാലും ബീച്ച് സൈഡുകളായാലും ശരിക്കും കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വൃത്തിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ബീച്ചുകളാണ്. അതുപോലെ തന്നെ നമുക്ക് സേഫായിട്ട് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. കുറേ നേരം ഇതിലൂടെ ഒക്കെ നടന്ന് നല്ല പാട്ടൊക്കെ കേട്ട് ആ ഒരു ദിവസം ശരിക്കും ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അളിയൻ പിന്നെ ഈ ലോകത്തൊന്നുമല്ല, എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഇടയ്ക്കൊരു നോട്ടവും നോക്കും. ഇതാ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ മൗറീഷ്യസിന്റെ ആ ഒരു പൾസ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് കാണാനുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അതൊക്കെ വരും എപ്പിസോഡുകളിൽ വരുന്നതാണ്. ബീച്ചിൽ വന്നാൽ പിന്നെ ഐസ്ക്രീം മസ്റ്റ് ആണല്ലോ. 2 ഐസ്ക്രീം ഞങ്ങൾ ട്രൈ ചെയ്തു. അത് വലിയ സുഖമില്ലായിരുന്നു ശരിക്കും. ഇവിടെ പിന്നെ വീക്കെൻഡ്സ് ആയി കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് ഇതുപോലെ ബീച്ചിൻ്റെ സൈഡിൽ വരിക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ടെൻ്റ് അടിക്കുക, പാട്ടൊക്കെ കേട്ടിരിക്കുക, അങ്ങനെയാണ് കേട്ടോ ശരിക്കും ഇവിടുത്തെ ആളുകൾ റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ഏകദേശ പരിപാടികൾ തീരാറായിരിക്കുകയാണ്. ഞങ്ങളുടെ പരോൾ സമയം അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള മൗറീഷ്യൻ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവേ.